ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു തോബിൻ ഷെഡാൻ ടീം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള റൈറ്റർ തോമസ് ഗ്രേയുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പോയം ടൈറ്റിൽഡ് ആൻ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. ഓക്കെ, ഈ പോയം നിങ്ങളുടെ സിലബസിൽ ഉണ്ടെങ്കിൽ ആ ഒരു പോയം റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് നീങ്ങാം. An Elegy Written in a Country Churchyard by Thomas Gray. ഈ പോയം പബ്ലിഷ് ചെയ്തത് 1751 1751. ഓക്കെ, സോ ഐ ഹാവ് പ്രിപ്പയർഡ് നോട്ട്സ് ആൻഡ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് നോക്കിയിട്ടാണ്. ഓക്കെ, ആ നോട്ട്സിൻ്റെ വേറെ റിട്ടൺ മെറ്റീരിയൽ ഒന്നും ഇല്ല, ഈ വീഡിയോ തന്നെയുള്ളൂ. സോ ലിസൺ. The poem mourns the deaths of the rural poor buried in the churchyard, contrasting their forgotten lives with the remembered and celebrated lives of the wealthy. ഈ പോയത്തിൻ്റെ ടൈറ്റിലിൽ പറയുന്നത് പോലെ തന്നെ ഈ പോയം ഒരു എലജിയാണ്. എലജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിലാപഗാനം അല്ലെങ്കിൽ വിലാപകാവ്യമാണ്. അപ്പോൾ ഈ പോയം മരണപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ മരണപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി നമ്മൾ വിലപിച്ച് എഴുതുന്ന ഒരു പോയം, അതാണിത്. ആരാണ് ഇവിടെ മരണപ്പെട്ടത്, ആരുടെ മരണത്തിനെ വിലപിച്ചിട്ടാണ് സ്പീക്കർ പോയത്തിൽ പറയുന്നത്, അതെല്ലാം നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ മരണപ്പെട്ടത് റൂറൽ പുവറായിട്ടുള്ള ആൾക്കാരാണ്, ഗ്രാമത്തിൽ ജീവിക്കുന്ന ദരിദ്രരാണ് ഇവിടെ മരണപ്പെട്ടത്. അവരുടെ മൃതശരീരം പള്ളിയിലെ ചർച്ച് യാർഡിൽ ബറി ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ മരണം അതിനെ ഓർത്ത് വിലപിച്ചിട്ടാണ് ഇവിടെ സ്പീക്കർ ഈ പോയം എഴുതിയിരിക്കുന്നത്. ഇവിടെ വേറൊരു കോൺട്രാസ്റ്റിംഗ് എലമെൻറ്റും കൂടി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരണപ്പെട്ട ആളുകൾ ദരിദ്രരാണ്, ഗ്രാമത്തിൽ ജീവിക്കുന്ന ദരിദ്രരായ ആൾക്കാരാണെന്ന് പറയുന്നു. ഇവരുടെയൊക്കെ ജീവിതം ശരിക്കും മറന്നുപോയി, ഫോർഗോട്ടൺ ലൈഫ്സാണ്. പക്ഷേ നമ്മളിവിടെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ, പണക്കാരുടെ ജീവിതത്തിനെ നമ്മൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നു. അവർ പണക്കാരായതുകൊണ്ട് തന്നെ അവരെ നമ്മളെന്നും ഓർത്തിരിക്കുന്നു. ബട്ട് ഗ്രാമത്തിൽ ജീവിക്കുന്ന ദരിദ്രരുടെ കാര്യം അങ്ങനെയല്ല. അവർ മരണപ്പെട്ടത് അപ്പം തന്നെ അത് മറന്ന് അത് കളയുകയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ മരണത്തെക്കുറിച്ച് വിലപിച്ചിട്ട് സ്പീക്കർ എഴുതുന്ന ഒരു പോയമാണ് ആൻ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. ഓവറായിട്ട് കൺഫ്യൂസ്ഡ് ആക്കണ്ട. ഗ്രാമത്തിൽ ജീവിക്കുന്ന ദരിദ്രരുടെ മരണം, അവരുടെ മൃതശരീരം കുഴിച്ചിട്ടിരിക്കുന്ന ചർച്ച്യാർഡിൽ അവരുടെ ഒരു മരണത്തിനെ പറ്റി വിലപിച്ചിട്ട് സ്പീക്കർ എഴുതുന്ന പോയമാണിത്. The poem begins with an evening scene in a country churchyard where the speaker muses on the graves of the poor and the lack of recognition they received in life. Okay, അപ്പോൾ ഈ പോയം തുടങ്ങുന്നത് ഒരു വൈകുന്നേര സമയം അതിനെപ്പറ്റി പറഞ്ഞിട്ടാണ്. ആ വൈകുന്നേരം അതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് അവിടുത്തെ കൺട്രി ചർച്ച്യാർഡിലാണ് നടക്കുന്നത്. ഈവനിങ് ടൈമിലാണ് ഈ പോയം തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്പീക്കർ എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ട്. അപ്പോൾ സ്പീക്കർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് ആ കൺട്രി ചർച്ച്യാർഡ്, അവിടെ സ്പീക്കർ ഉണ്ടാകുമായിരിക്കാം. കാരണം അവിടെയാണ് ഈ റൂറൽ പുവറായിട്ടുള്ള ആൾക്കാരുടെ ഗ്രേവ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അവരുടെ ഗ്രേവ്സ് കണ്ടിട്ട് സ്പീക്കർ ചിന്തിക്കുകയാണ്, അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ഒരു റെക്കഗ്നിഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. He reflects on the natural beauty of the scene and the peacefulness of the graves and wonders what kind of life the deceased might have led. എന്നിട്ട് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പോയത്തിൽ പിന്നെ ആ ഒരു സീനിൻ്റെ നാച്ചുറൽ ബ്യൂട്ടീനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ആ ഗ്രേവുകളുണ്ടല്ലോ, കുഴിമാടങ്ങൾ, അതിൻ്റെ അവിടുത്തെ ഒരു ശാന്തത, ഒരു പീസ്ഫുൾനെസ്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ ആ മരിച്ചുപോയ ആളുകൾ, ആ മരണമടഞ്ഞ് അവിടെ സംസ്കരിച്ചിരിക്കുന്ന ആളുകൾ ജീവിച്ചിരുന്നപ്പോൾ അവർ എങ്ങനത്തെ ജീവിതമായിരുന്നിരിക്കാം ജീവിച്ചിട്ടുണ്ടാകുക, ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയാണ് നമ്മളുടെ സ്പീക്കർ.
The speaker then contrasts the humble graves of the poor with the grandeur of the wealthy, suggesting that the poor might have been just as deserving of praise and recognition as the rich. പിന്നെ സ്പീക്കർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു സ്ഥലം എടുത്ത് നോക്കിയാലും അവിടെ പണക്കാർ പാവപ്പെട്ടവർ ഉണ്ടാവും അല്ലേ, റിച്ച് ആൻഡ് പുവർ ഏതൊരു സ്ഥലം എടുത്ത് നോക്കിയാലും ഉണ്ടാകും. അപ്പോൾ സ്പീക്കർ വന്നിട്ട് കോൺട്രാസ്റ്റ് ചെയ്യാണ് ദരിദ്രരുടെ ഹമ്പിളായിട്ടുള്ള ഗ്രേവുകളും പിന്നെ പണമുള്ള ആളുകളുടെ ഗ്രാൻഡ്യൂറും. പറയുന്നത് ഈ ദരിദ്രരായ ആളുകൾ പണക്കാർക്ക് നമ്മളുടെ നാട്ടിൽ ലഭിക്കുന്ന ആ ഒരു റെക്കഗ്നിഷൻ, ആ ഒരു ആരാധന, പണക്കാർക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്. ഏത് നാടെടുത്ത് നോക്കിയാലും ഒരുപാട് ആരാധന അവർക്ക് കിട്ടുന്നുണ്ട്. അതേപോലെയാണോ ഒരു നാട്ടിൽ ദരിദ്രന് കിട്ടുന്നത്? പക്ഷേ ഇവർ രണ്ടുപേർക്കും ഒരേപോലെ ഇവർ അർഹിക്കുന്നില്ലേ ഈ കിട്ടുന്ന രണ്ട് പ്രൈസ് ആൻഡ് റെക്കഗ്നിഷൻ? എത്രത്തോളം പ്രൈസ് ആൻഡ് റെക്കഗ്നിഷൻ റിച്ചിന് കിട്ടുന്നുണ്ടോ അത്രത്തോളം പ്രൈസ് ആൻഡ് റെക്കഗ്നിഷൻ തന്നെ പുവറിന് കിട്ടണ്ടേ? ശരിക്കും രണ്ടുപേർക്ക് ഈക്വലായിട്ടാണ് അത് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ്, അതിനെ ആ ഒരു രണ്ട് എക്സ്ട്രീമിൽ കിടക്കുന്ന റിച്ച് ആൻഡ് പുവറിനെ കോൺട്രാസ്റ്റ് ചെയ്യാണ് സ്പീക്കർ. അതായത് ദ സ്പീക്കർ ദെൻ കോൺട്രാസ്റ്റ്സ് ദ ഹംബിൾ ഗ്രേവ്സ് ഓഫ് ദ പുവർ വിത്ത് ദ ഗ്രാൻഡ്യൂർ ഓഫ് ദ വെൽത്തി, സജസ്റ്റിംഗ് ദാറ്റ് the poor might have been just as deserving of praise and recognition as the rich. He suggests that the lack of recognition in life has left the poor to be remembered only by the natural world, and their legacy lives on in the beauty of their surroundings. എന്നിട്ട് നമ്മളുടെ സ്പീക്കർ പറയുകയാണ്, പുവറിന്, ദരിദ്രരായ ആളുകൾക്ക് അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ആരുടെയും റെക്കഗ്നിഷൻ ലഭിക്കാത്തത് കൊണ്ട് ആ ദരിദ്രരായ ആളുകളെ ഇന്ന് ഓർക്കുന്നത് പ്രകൃതി മാത്രമാണ്, നാച്ചുറൽ വേൾഡ് മാത്രമാണ് അവരെ ഓർക്കുന്നത്. വേറെ ആരും ഒരു നാട്ടിൽ ദരിദ്രൻ മരിച്ചു കഴിഞ്ഞാൽ അവരെ ആരെങ്കിലും അങ്ങനെ ഓർത്തിരിക്കുമോ? പോയത്തിൽ പറയുന്നത് അവിടെ സംസ്കരിക്കപ്പെട്ട ദരിദ്രനെ ഓർക്കുന്നത് നാച്ചുറൽ വേൾഡ് മാത്രമായിരിക്കും. പിന്നെ that their legacy lives on in the beauty of their surroundings. The poem concludes with the speaker contemplating his own eventual death and burial. പിന്നെ ഈ പോയം അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന, ഈ പോയത്തിലെ സ്പീക്കറാണല്ലോ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്പീക്കർ തൻ്റെ തന്നെ മരണം, ആ മരണത്തിന് ശേഷമുള്ള സംസ്കരണം, അതിനെപ്പറ്റിയൊക്കെ ആൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എക്സ്പ്രസിങ് ദ ഹോപ്പ് ദാറ്റ് ഹീ ടു വിൽ ബി റിമെമ്പേർഡ് ഇൻ സം സ്മോൾ വേ. എന്നിട്ട് അദ്ദേഹം ഒരു പ്രതീക്ഷ വയ്ക്കുകയാണ്, അതായത് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ തന്നെയും ആരെങ്കിലും തൻ്റെ മരണശേഷം തന്നെയും ആരെങ്കിലും ഓർക്കുമായിരിക്കാം എന്നൊരു പ്രതീക്ഷ വയ്ക്കുകയാണ്. ഹി സജസ്റ്റ് ദാറ്റ് ഈവൻ ദ ഹംബ്ലസ്റ്റ് ഓഫ് ലൈഫ്സ് ക്യാൻ ഹാവ് മീനിങ് ആൻഡ് വാല്യൂ, ആൻഡ് ദാറ്റ് ഡെത്ത് ഈസ് ദ ഗ്രേറ്റ് ഈക്വലൈസർ ദാറ്റ് റിമൈൻഡ്സ് us all of our common humanity. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മളിപ്പോൾ റിച്ച് ഇരിക്കട്ടെ, നമ്മളിപ്പോൾ പുവർ എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുകയും മരണം രണ്ടുപേർക്ക് ഈക്വലാണ് അല്ലേ. നമ്മൾ പണക്കാരനാണ് എന്ന് പറഞ്ഞ് നമുക്ക് മരണം വരാതിരിക്കില്ല, നമുക്ക് ദരിദ്രനാണെന്ന് പറഞ്ഞാൽ നമുക്ക് മരണം വരാണ്ടിരിക്കില്ല. രണ്ടുപേരും ഒരേപോലെ മരിക്കും. റിച്ച് ആൻഡ് പുവർ ഈക്വലി ഡൈസ്. ഓക്കെ, അപ്പോൾ ഈ സ്പീക്കർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ഹമ്പിളായിട്ടുള്ള ഒരു ജീവനാണെങ്കിലും അതിനൊരു മീനിങ് ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. പുവറാണെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തല്ല വേണ്ടത്. എല്ലാവർക്കും ഒരു മീനിങ് ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. മരണം എന്ന് പറയുന്ന സാധനമാണ്, ഡെത്താണ് ഒരു ഈക്വലൈസർ എന്ന് പറയുന്ന സാധനം. ദാറ്റ് റിമൈൻഡ്സ് us all of our common humanity. Overall, an elegy written in a country churchyard is a meditation on mortality, class and the enduring legacy of even the humblest lives. The poem is notable for its use of simple language and imagery to convey complex themes, and its enduring popularity as a classic of English literature. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, this poem is divided into stanzas, each containing 4 lines of iambic pentameter. ഈ പോയം സ്റ്റാൻസ വൈസ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്.
അപ്പോൾ ഓരോ സ്റ്റാൻസയിലും 4 ലൈനുണ്ട്. അയാംബിക് പെൻറ്റാമീറ്ററിലാണ്, അതാണ് അതിൻ്റെ മീറ്റർ. അതിനെപ്പറ്റി അറിയാലോ അല്ലേ. ദ റൈം സ്കീം ഈസ് എ ബി വിത്ത് ഒക്കേഷണൽ വേരിയേഷൻസ്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി ആണ്. ഗ്രേ എംപ്ലോയ്സ് എ റേഞ്ച് ഓഫ് പോയറ്റിക് ടെക്നിക്സ് ഇൻക്ലൂഡിങ് മെറ്റഫർ, അല്യൂഷൻ ആൻഡ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് മെറ്റഫർ ഉണ്ട്, അല്യൂഷൻ ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, ടു കൺവേ ഹിസ് തീംസ് ആൻഡ് ക്രിയേറ്റ് എ വിവിഡ് ആൻഡ് പവർഫുൾ സെൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇനി നോക്കാം. ത്രൂ ഔട്ട് ദ പോയം ഗ്രേ എംഫസൈസസ് ദ ട്രാൻസിയൻസ് ഓഫ് ലൈഫ് ആൻഡ് ഇൻവിസിബിലിറ്റി ഓഫ് ഡെത്ത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ തോമസ് ഗ്രേ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ട്രാൻസിയൻസിനെ പറ്റിയും മരണത്തിൻ്റെ ഇന്നെവിറ്റബിലിറ്റീനെ പറ്റിയിട്ടുമാണ്. അതായത് മരണം ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണത്. റിച്ച് ആണെങ്കിൽ പുവർ ആണെങ്കിൽ ഈക്വലായിട്ട് അത് രണ്ടുപേർക്കും വരും. ഹി കോൺട്രാസ്റ്റ്സ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് വിത്ത് ദ എക്സ്റ്റേണൽ നേച്ചർ ഓഫ് ദ നാച്ചുറൽ വേൾഡ്. Okay, suggesting that beauty and serenity of the churchyard will endure long after the lives of the buried have been forgotten. ഈ പള്ളിയുടെ ചർച്ച്യാർഡിൽ സംസ്കരിക്കപ്പെട്ട ആളുകളെ ജീവിച്ചിരിക്കുന്ന ആളുകൾ മറന്നാലും ആ ഒരു പള്ളിയുടെ ബ്യൂട്ടിയും സെറനിറ്റിയും സ്റ്റിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദ പോയം ഓൾസോ കണ്ടെയ്ൻസ് എ സട്ടിൽ ക്രിട്ടീക്ക് ഓഫ് ദ ക്ലാസ് സിസ്റ്റം. പിന്നെ ഈ പോയം ഈ ക്ലാസ് സിസ്റ്റം ഉണ്ടല്ലോ, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. സജസ്റ്റിംഗ് ദാറ്റ് ദ വെൽത്തി ആർ നോ മോർ ഡിസേർവിങ് ഓഫ് റെക്കഗ്നിഷൻ ആൻഡ് റിമെമ്പറൻസ് ദാൻ ദ പുവർ. പണമുള്ള ആളുകൾ പാവപ്പെട്ടവരെക്കാൾ ഒന്നും അവർ അർഹിക്കുന്നില്ല. ഒരു റെക്കഗ്നിഷനും ഒരു റിമെമ്പറൻസും അവർ അർഹിക്കുന്നില്ല. ഓക്കെ, ആൻ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് ഹാസ് ബീൻ widely admired for its emotional power and evocative imagery, as well as for its insights into human nature and the human condition. It has been praised for its universal themes and ability to speak to people of all backgrounds and cultures. The poem has been the subject of numerous adaptations, translations, and remains one of the most celebrated works of English literature. അതൊന്നുമില്ല, ഈ പോയം ഭയങ്കര, ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പോയം നിങ്ങളുടെ സിലബസിലുണ്ടെങ്കിൽ ഈ ഒരു പോയത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണത്. പിന്നെ ഈ ഒരു പോയത്തിൻ്റെ ഒരുപാട് ട്രാൻസ്ലേഷൻസും ഉണ്ട് എന്ന് പറയുന്നു. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. One of the notable aspects of Elegy written in a country churchyard is the way that Gray uses simple and direct language to convey complex ideas and emotions. ശരിക്കും ഈ പോയത്തിൻ്റെ ആശയം കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തോമസ് ഗ്രേ ഉപയോഗിച്ചിരിക്കുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. He avoids the ornate and artificial language that was common in poetry at the time, instead of opting for a more straightforward and natural style. This choice has contributed to the poem's enduring popularity as it remains accessible and relatable to modern readers. ഇത് മനസ്സിലായല്ലോ അല്ലേ. The poem also contains a number of memorable and poignant lines. ഈ പോയത്തിൽ ശരിക്കും എന്താ പറയുക, നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തുന്ന മെമ്മറബിൾ ആയിട്ടുള്ള ലൈൻസ് ഈ പോയത്തിൽ എന്ന് പറയുന്നത്, ദ പാത്സ് ഓഫ് ഗ്ലോറി ലീഡ് ബട്ട് ടു ദ ഗ്രേവ്, ഇത് പറയണം. ഫുൾ മെനി എ ഫ്ലവർ ഈസ് ബോൺ ടു ബ്ലഷ് അൺസീൻ, അത് രണ്ടാമത്തെ. ദീസ് ലൈൻസ് ഹാവ് ബിക്കം വെരി ഫേമസ് കൊട്ടേഷൻസ് ഇൻ ദെയർ ഓൺ റൈറ്റ് ആൻഡ് ഹാവ് ഹെൽപ്പ് ടു സിമെന്റ് ദ പോയം സ്റ്റേറ്റസ് എ ക്ലാസിക് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പിന്നെ this poem is a moving and insightful meditation on life, death and human experience. It combines vivid imagery with universal themes to create a powerful and enduring work of art. കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് ഈ പോയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, in addition to its poetic qualities, an elegy written in a country churchyard is also significant for its historical context. The poem was written at a time of great social and political change in England. ഈ പോയം എഴുതപ്പെട്ട സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയം എഴുതപ്പെട്ട സമയം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ്, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആസ് ദ കൺട്രി അണ്ടർവെൻറ്റ് ദ ട്രാൻസിഷൻ ഫ്രം അഗ്രാരിയൻ ടു ദ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അതായത് ഇംഗ്ലണ്ട്
അഗ്രാറിയനിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഡസ്ട്രീസ് ഇംഗ്ലണ്ടിൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. ഗ്രേസ് എലജി ക്യാൻ ബി സീൻ ആസ് എ റിഫ്ലക്ഷൻ ഓൺ ദിസ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ആസ് എ ക്രിട്ടിക് ഓഫ് ദ ഇൻഈക്വാലിറ്റീസ് ആൻഡ് ഇൻജസ്റ്റിസസ് ഇറ്റ് ക്രിയേറ്റഡ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള റിച്ച് ആൻഡ് പുവർ, അങ്ങനെയുള്ള ഇൻഈക്വാലിറ്റീസ്, ഇൻജസ്റ്റിസസ് ഉണ്ടായത്. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഓതർ. ഇനി the poem also reflects on the influence of enlightenment. Enlightenment എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഇറ്റ്സ് എ ഫിലോസഫിക്കൽ മൂവ്മെൻറ്റ് ദറ്റ് emphasized reason, science and humanism. Gray's focus on the lives and experiences of ordinary people can be seen as a rejection of aristocratic and illicit values that dominated the culture of his time. Okay. The poem is a complex and multifaceted work that has been interpreted in many different ways over the years. Its enduring popularity is a testament to its emotional power, intellectual depth and timeless relevance. കുറച്ചുകൂടി കൂടുതൽ ഈ പോയത്തിനെ പറ്റി അറിയണമെങ്കിൽ one of the most interesting aspects of the poem is the way that Gray employs a range of literary and cultural references to enrich the poem's meaning. ഇപ്പോൾ ഈ പോയത്തിൻ്റെ അർത്ഥം കുറച്ചുകൂടി ആഴത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തോമസ് ഗ്രേ ഒരുപാട് ലിറ്റററി റെഫറൻസസ് ഉപയോഗിച്ചിട്ടുണ്ട്, കൾച്ചറൽ റെഫറൻസസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ he alludes to classical mythology, citing the river Styx and the Elysian fields, which were believed to be the resting place of the blessed dead in Greek and Roman mythology. He also refers to contemporary poets and writers such as Milton and Shakespeare and incorporates elements of pastoral poetry, a genre that celebrated natural world and rural life. At the same time, Gray's poem is grounded in a specific time and space, capturing the atmosphere and landscape of the rural English churchyard. The poem's setting is based on St. Giles churchyard in Stockport, Buckinghamshire, where Gray often walked and where he is buried. Overall, the poem is complex and layered work that rewards close reading and interpretation. Its blend of personal, social and cultural themes has made it a touchstone for generations of readers, and its influence can be seen in the work of countless poets and writers who have followed in Gray's footsteps. കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ പോയതിനെ പറ്റി പറയണമെങ്കിൽ എന്താ പറയുക, another notable aspect of this poem is the way that Gray explores the themes of social class and inequality. The poem emphasizes the idea that all people, regardless of their social status and wealth, are ultimately subject to the same fate, death. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. റിച്ച് ആൻഡ് പുവർ രണ്ടുപേർക്ക് ഈക്വലായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഡെത്ത്. ഒരാൾ റിച്ച് ആണെന്ന് പറഞ്ഞ ആൾക്ക് ഡെത്ത് വരാണ്ടിരിക്കില്ല, ഒരാൾ പുവർ ആണെന്ന് പറഞ്ഞ ആൾക്ക് ഡെത്ത് വരാണ്ടിരിക്കില്ല. Gray suggests that wealthy and powerful are no more deserving of remembrance or recognition than the poor and humble. പണമുള്ള വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ പുവർ ആയിട്ടുള്ള ആൾക്കാരേക്കാൾ ഒന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല, റിമെമ്പറൻസോ റെക്കഗ്നീഷൻ അവർ ഡിസേർവ് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം ദ പോയം അക്നോളജസ് ദ വേസ് ഇൻ വിച്ച് സോഷ്യൽ ക്ലാസ് എഫക്ട്സ് പീപ്പിൾസ് ലൈഫ് ആൻഡ് ഒരു വ്യക്തിയുടെ ജീവിതം, അവൻ്റെ ജീവിതാനുഭവങ്ങൾ, അതിനെ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്ന സാധനം, അവൻ ബിലോങ് ചെയ്യുന്ന സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവം ബാധിക്കുന്നുണ്ട്. ഗ്രേ നോട്ട്സ് ദ ഡിഫറൻസ് ഇൻ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസസ് ബിറ്റ്വീൻ ദ വെൽത്തി ആൻഡ് ദ പുവർ. പുവറായിട്ടുള്ള ഒരാൾക്കും വെൽത്തി ആയിട്ടുള്ള ഒരാൾക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, അനുഭവങ്ങൾ രണ്ടും രണ്ടാണ്. സജസ്റ്റിംഗ് ദാറ്റ് ദ പുവർ ആർ ഓഫ്റ്റൻ ഡിനൈഡ് ദ ചാൻസ് ടു അച്ചീവ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. പുവറായിട്ടുള്ള ഒരാൾ ആൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും ആൾക്ക് അതിനുള്ള അവസരം എവിടെയും കിട്ടുന്നില്ല. മറിച്ച് വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ നേരെ ഓപ്പോസിറ്റാണ്. അവർക്ക് കഴിവില്ലെങ്കിലും പൊട്ടൻഷ്യൽ ഇല്ലെങ്കിലും അവർക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, റിച്ച് ആണ് എന്നൊരു കാര്യം കൊണ്ട്. ഹൗവർ, ഹി ഓൾസോ ഇംപ്ലൈസ് ദാറ്റ് ദീസ് ഡിഫറൻസസ് ആർ അൾട്ടിമേറ്റ്ലി ഇൻസിഗ്നിഫിക്കൻറ്റ് ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത്. പക്ഷേ ഇങ്ങനൊരു ഡിഫറൻസ് ഉണ്ടെങ്കിലും മരണം എന്ന് പറയുന്ന സംഭവം, ആ ഒരു സംഭവം എല്ലാവർക്കും ഈക്വലാണ്. ഡെത്ത് ഇസ് എ ഗ്രേറ്റ് ഈക്വലൈസർ. Okay, so
It is worth noting that an elegy written in a country churchyard has had a lasting impact on English literature and culture. The poem has been widely studied and analyzed and has been the subject of countless adaptations and references in popular culture. Its influence can be seen in the work of numerous poets and writers, and it concludes to resonate with readers of all ages and backgrounds. അപ്പോൾ ഇത്രയേ ഉള്ളൂ an elegy written in a country churchyard by തോമസ് ഗ്രേയുടെ ഒരു വിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് ടു ടുഡേയ്സ് ഓഡിയോ ക്ലാസ്. ബൈ.